ഗൈസ്, ഇതൊരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ തമിഴിലൊക്കെ കണ്ടതുപോലെ 7 സ്ഥലങ്ങളാണ് ഇന്നൊറ്റ ദിവസം കൊണ്ട് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഡെസ്റ്റിനേഷൻ 1 തൃപ്പരപ്പ്, 2 മാത്തൂർ തൊട്ടിൽ പാലം, 3 ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മുട്ടിടിച്ചാൻ പാറ ചർച്ച് അഥവാ ദേവസഹായം പിള്ളൈ ചർച്ച് എന്ന് പറയുന്ന ചർച്ചിലേക്കാണ്. ദെൻ 4th വൺ വട്ടക്കോട്ടെ ഫോർട്ടാണ്. 5th ഡെസ്റ്റിനേഷൻ കന്യാകുമാരി എക്കോ പാർക്ക് അഥവാ പഴത്തോട്ടം എക്കോ പാർക്കാണ്. ദെൻ 6th വൺ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കന്യാകുമാരിയാണ്. 7th ആൻഡ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മായാപുരി വാക്സ് മ്യൂസിയം ആണ് കേട്ടോ. ഇന്നത്തേത് ഒരു വെൽ പ്ലാൻ ട്രിപ്പാണ്. നമ്മുടെ ചർച്ചിൽ നിന്ന് പോയൊരു ട്രിപ്പാണ്. ആർക്കെങ്കിലുമൊക്കെ ഉപയോഗമായിക്കോട്ടെ എന്ന് വിചാരിച്ച സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് കേട്ടോ ഞാൻ ഇതിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ടൂർ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ചർച്ചിൽ നിന്ന് ഒരു ഗ്രൂപ്പ് തുടങ്ങുകയും ഓരോ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന ടൈമും അവിടെ നിന്ന് നമ്മൾ ഇറങ്ങേണ്ട ടൈം ഉൾപ്പെടെയാണ് ഞങ്ങൾക്ക് അതിൽ ചാർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈവൻ ഞങ്ങൾ ഇരിക്കേണ്ട സീറ്റ് വരെ അതിൽ പറഞ്ഞിരിക്കുന്നത് കാരണം യാതൊരുവിധ കൺഫ്യൂസിങ്ങോ ഞങ്ങൾക്ക് ടൈം ഡിലേയോ എത്താതെ 7 പ്ലേസും കറക്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റി. ഇത് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെയൊക്കെ ചർച്ചിൽ ഇത് പണ്ട് തൊട്ടേ അനുഷ്ഠിച്ച് വരുന്ന കാര്യമാണെന്ന്. പക്ഷേ അല്ലാത്തവരും ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ചാർട്ടും കൂടെയൊക്കെ ആഡ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ എത്തിയത് തൃപ്പരപ്പിലേക്കാണ് കേട്ടോ. തൃപ്പരപ്പ് വാട്ടർഫോൾ. അന്നത്തെ ദിവസം അത്യാവശ്യം മഴയൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. രാവിലെ ഞങ്ങൾ 4:30 പള്ളിയിൽ നിന്ന് യാത്ര തിരിച്ചെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കറക്റ്റ് ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ ഒരിടത്തും കാര്യമായിട്ടുള്ള മഴയോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹൈക്ക് കളിക്കാനായിട്ട് ലിയ ചേച്ചി രാവിലെ തന്നെ ഹൈ കമ്പനി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടും കമ്പനിയായിട്ട് അങ്ങ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കന്യാകുമാരി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർ എന്തായാലും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണ് കേട്ടോ ഈ തൃപ്പരപ്പ് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് കേട്ടോ ഈ ഒരു തൃപ്പരപ്പ് വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത്. അത് കാരണം തന്നെ അവിടെ കൂടുതലും ഉണ്ടായിരുന്നത് തമിഴ് ആൾക്കാരായിരുന്നു. അവർ ടൂറിസ്റ്റേഴ്സായിട്ട് വന്നെങ്കിലും വരുന്ന എല്ലാവരും കുളിച്ചിട്ടൊക്കെ അവിടുന്ന് പോകുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും ഇനിയും ഒരുപാട് സ്പേസസ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് കാരണം തന്നെ ആരും മാക്സിമം തലയോ ഡ്രസ്സോ ഒന്നും നനയ്ക്കാതെ തന്നെയാണ് തിരിച്ചേറിയത്. പിന്നെ പിള്ളേർക്ക് ഈ വെള്ളവും വെള്ളച്ചാട്ടവും ഒക്കെ കാണുമ്പോൾ ഒരു കൊതിയല്ലേ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ഒരു കൊതി മാറ്റാനെന്നോണം മാത്രം ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിള്ളേരുടെ വെള്ളത്തിലിറങ്ങേണ്ട കൊതി മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാരൻസും അതിൻ്റെ കൂടെ ഇറങ്ങി ഞങ്ങളും വെള്ളത്തിലിറങ്ങേണ്ട കൊതി മാറ്റാനായിട്ട് കുറേ സമയം ഞങ്ങളുമൊക്കെ അവിടെ നിന്ന് കളിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് തിരിച്ച് കയറാനായി. വരാൻ ഒട്ടും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ പറഞ്ഞ് ഇനി ഫുഡ് വാങ്ങാൻ പോകണം, പിന്നെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ടൈം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എന്തായാലും വിളിച്ച സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് എന്ന് പറയുന്നത് രാവിലെയും ഉച്ചയ്ക്കുമായിട്ടുള്ള ഫുഡ് ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നത് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയുമായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഫുഡ് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകാനായിട്ട് പോയപ്പോൾ അതിൻ്റെ സൈഡിലാണ് കേട്ടോ ഈ കിഡ്സ് പാർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ മഴ കാരണം ഏകദേശം എല്ലാം നനഞ്ഞൊക്കെ കിടക്കുന്നത് കൊണ്ട് എല്ലാത്തിലും ഒന്നും കയറാൻ പറ്റിയില്ല. എന്നാലും കണ്ട സ്ഥിതിക്ക് കയറിയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. അടുത്ത് എന്തായാലും സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണെന്ന് അറിഞ്ഞ ഉടനെ എൻ്റെ കൈയൊക്കെ വിട്ട് മുന്നേ ഓടുമായിരുന്നു. എന്നിട്ട് കറക്റ്റ് ഷോപ്പ് എത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എന്നെ അന്വേഷിക്കുന്നത്. പതിവ് പോലെ എപ്പോൾ ഷോപ്പിങ്ങിന് പോയാലും കയ്യിലുള്ള സാധനം തന്നെ വീണ്ടും വേണമെന്ന് പറയും. അവിടെ ആകെ ഞാൻ കണ്ടത് ഒരു പ്രൊജക്ടർ ടോർച്ചാണ് അവളുടെ കയ്യിലില്ലാത്തത്. അപ്പോൾ അത് വാങ്ങിക്കൊടുത്ത് അത് അവൾക്ക് ഇഷ്ടപ്പെട്ടത് കാരണം സമ്മതിച്ച് പെട്ടെന്ന് തന്നെ ഓക്കെ പറഞ്ഞ് തിരിച്ചു വന്നായിരുന്നേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബസ്സിൽ കയറി. അപ്പോൾ ലീക്കും ഹൈയുടെ അടുത്തിരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊരു സീറ്റിലിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരവും നീളവുമുള്ള അക്വാഡക്റ്റുകളിൽ ഒന്നായ മാത്തൂർ തൊട്ടിപ്പാലത്തിലേക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തിയ സമയത്ത് അവിടെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുടയൊക്കെ ചൂടി കുറേ ദൂരം നടന്നെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ മഴയൊക്കെ അങ്ങ് മാറി. അപ്പോൾ ഈ വീഡിയോയിൽ കാണാം അതിന് താഴെയായിട്ട് ഒരു ആറ് ഒഴുകുന്നത്. അതൊരു പറളിയാറെന്നാണ് അതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ പറളിയാറിന് കുറുകെയാണ് ഈ ഒരു തൊട്ടിപ്പാലം സ്ഥിതി ചെയ്യുന്നത്. ഇത് കൃഷിക്ക് ആവശ്യമായിട്ട് ജലസേചനത്തിനായി നിർമ്മിക്കപ്പെട്ട ചിറ്റാർ എന്ന് പറയുന്ന ഒരു പട്ടണം ഉണ്ടായിരുന്നു. അതിൻ്റെ കനാലിൻ്റെ ഭാഗമായിട്ട് 2 കുന്നുകളെ തമ്മിൽ യോജിപ്പിക്കാനായിട്ടാണ് ഈ ഒരു പാലം പണിതത് എന്നാണ് ഇതിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററി. കുറേ ദൂരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കൊക്കെ ആകെ ചെളിയൊക്കെ ആയിരുന്നത് കാരണം വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ബസ്സിൽ കയറി. അടുത്തതായിട്ടോ ഞങ്ങൾ പോകാൻ പോകുന്നത് മുട്ടിടിച്ചാൻ പാറ പള്ളി അഥവാ ദേവസഹായം പിള്ളൈ പള്ളി എന്നറിയപ്പെടുന്ന ഒരു പള്ളിയിലേക്കാണ്. ഇതും നമ്മൾ കന്യാകുമാരിയിൽ പോകുന്ന വഴിക്കാണ്. അപ്പോൾ നമ്മൾ 3rd ഡെസ്റ്റിനേഷനാണ് കേട്ടോ ഈ മുട്ടിടിച്ചാൻ പാറ പള്ളി എന്ന് പറയുന്നത്. ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ പള്ളിയിൽ പ്രയറൊക്കെ നടക്കുമായിരുന്നു. ഈ പള്ളിയിൽ വരുന്നെങ്കിലും ഈ ഏരിയ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതിന് കാരണം ഈ ഒരു മുട്ടിടിച്ചാൻ പാറ എന്നുള്ള സ്പേസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ.
ഈ മുട്ടടിച്ചാൻ പാറ എന്ന പേര് വരാൻ തന്നെ വലിയൊരു കഥയുണ്ട് കേട്ടോ. കന്യാകുമാരി ജില്ലയിലെ കാറ്റാടി മലയിൽ വെച്ച് ദേവസഹായം പിള്ള യേശുവിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ സ്ഥലത്ത് കൊണ്ടുവന്നപ്പോൾ ഒരു കഴുതയുടെ പുറത്തിരുത്തിയാണ് കൊണ്ടുവന്ന് അതിനിടയിൽ പലവിധ പീഡനങ്ങളൊക്കെ നേരിട്ടപ്പോൾ പട്ടാളക്കാരോട് ഇദ്ദേഹം കുറച്ച് വെള്ളം ചോദിച്ചു. പക്ഷേ അഴുക്ക് ചാലിലുള്ള വെള്ളമാണ് അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുത്തത്. അപ്പോൾ അത് അദ്ദേഹത്തിന് കുടിക്കാൻ പറ്റാതെ വരികയും ചങ്ങലകളൊക്കെ ഇട്ട കൈകൊണ്ട് ഈ സ്ഥലത്തുള്ള പാറയിൽ ഇടിച്ച് കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ പാറയിൽ നിന്ന് വെള്ളം പൊട്ടി വരികയും അദ്ദേഹം അത് കുടിച്ച് ദാഹം അകറ്റുകയും ചെയ്തു. ഇന്നും ആ വറ്റാത്ത നീരുറവ ഈ മുട്ടടിച്ചാൻ പാറയിൽ നിലനിന്ന് പോകുന്നുണ്ട്. അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നവർക്കൊക്കെ സൗഖ്യം പ്രാപിക്കും എന്നൊക്കെയാണ് അവിടുത്തെ വിശ്വാസം. അപ്പോൾ അത് കഴിഞ്ഞ് അതിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറിയെല്ലാം ഓരോ സ്റ്റാച്യൂസ് ആക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഓരോ ഇൻസിഡൻസും ഓരോ ബോർഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണെന്നും പിന്നെ അദ്ദേഹം ക്രിസ്ത്യൻ ആകുന്നതിൻ്റെ സ്നാനപ്പെടുത്തുന്ന സ്റ്റാച്ചു, പിന്നെ ഈ സ്ഥലത്തേക്ക് എത്തുന്നത്, പിന്നെ അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിൽ കാര്യദർശിയായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്റ്റാച്യൂസ് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചർച്ചിലേക്ക് കയറിയപ്പോൾ അവിടെ ഒരു കുട്ടിയുടെ ഹോളി കമ്മ്യൂണിയൻ നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അതൊരു വർക്കിംഗ് ഡേ, ഇൻഡിപെൻഡൻസ് ഡേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അന്നത്തെ ദിവസം അവിടെ ഒരു ഹോളി കമ്മ്യൂണിയൻ നടക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടേക്ക് കയറി നോക്കിയിട്ട് തിരിച്ച് അവിടെ നിന്നും ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ബസ്സിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള യാത്ര തിരിച്ചു. ബസ്സിൽ അധികം ആരും ഡാൻസ് ഒന്നും ചെയ്യാത്തത് കാരണം സീറ്റിലെടുത്ത് ഹയ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് ഒരാൾ ഇങ്ങോട്ട് ഞങ്ങളുടെ സീറ്റിൽ ഞങ്ങളോടൊപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അൻവിക്കയ്ക്ക് ഹയയുടെ കൂടെ ഇരുന്നിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും പാട്ടൊക്കെ കേട്ട് ഡാൻസ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ഞങ്ങൾ എത്തിച്ചേരുന്നത് കന്യാകുമാരിക്ക് 7 കിലോമീറ്റർ മാത്രം ഇപ്പുറത്തായിട്ടുള്ള വട്ടക്കോട്ടയാണ് കേട്ടോ. കടലിൻ്റെ കരയിലായിട്ടാണ് ഈ വട്ടക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഭയങ്കര കാറ്റായത് കാരണം തന്നെ എത്തിച്ചേർന്നപ്പോഴുള്ള വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് മറന്നുപോയി. കാറ്റടിച്ച ആ ഒരു ആംബിയൻസിൽ നിൽക്കായിരുന്നു. നമ്മൾ തന്നെ പറന്നു പോകുമോ എന്നുള്ള ലെവലിലുള്ള കാറ്റായിരുന്നു വട്ടക്കോട്ട എത്തിയപ്പോൾ. ഈ ഒരു കോട്ടയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് 18-ാം നൂറ്റാണ്ടിൽ നമ്മുടെ തിരുവിതാംകൂറിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പണി കഴിപ്പിച്ച കോട്ടയാണ് ഇത് ഫുള്ളായിട്ടും കരിങ്കല്ല് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു കോട്ടയാണ്. വട്ടക്കോട്ടയുടെ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്ന ആകെ മരങ്ങൾ വേപ്പിൻ്റെയാണ്. അവിടെ നല്ല വേപ്പിൻ്റെ മണവും ഉണ്ടായിരുന്നു. അവിടുത്തെ കാറ്റിൻ്റെ ശക്തി ഉണ്ടില്ലേ, ഹയ ചെന്ന് ചുമ്മാ ഒരു മരത്തിൻ്റെ കൊമ്പിൽ തൂങ്ങി നോക്കിയതാണ്, കാറ്റടിച്ച് ഇങ്ങ് കൊണ്ടിട്ടു. അപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടത് കാരണം വീണ്ടും അത് തന്നെ ചെയ്യാനായിട്ട് നോക്കുകയാണ്. ഹയ കുറച്ച് ദൂരം മാത്രമേ ഈ ട്രിപ്പിൽ നടന്നിട്ടുള്ളൂ. അവൾ മാക്സിമം അവളുടെ അപ്പയെ വിളിച്ച് ഒന്ന് എടുക്കുമോ എന്ന് ചോദിച്ച് പപ്പയുടെ തോളിൽ തന്നെയായിരുന്നു. ഈ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് പപ്പയ്ക്ക് തോള് തന്നെ അനക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയതാണ് പഴത്തോട്ടത്തിലുള്ള എക്കോ പാർക്കിലാണ് കേട്ടോ എത്തിയത്. ഇവിടെ ഞങ്ങൾ പോയതിൽ വെച്ച് ഫ്ലോപ്പായ ഒരേ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചത് അത് പഴത്തോട്ടം എന്നുള്ള പേര് കേട്ടിട്ട് അവിടെ ഒരുപാട് ഫ്രൂട്ട്സ് വാങ്ങാനുണ്ടാവും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയത്. പക്ഷെ അവിടെ ഒരു പഴം പോലും ഞങ്ങൾ നേരാവണ്ണം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവരപ്പോൾ പിന്നെ തിരക്കിയപ്പോഴാണ് പറഞ്ഞത് ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് പഴത്തോട്ടം എന്ന്. ഇതൊരു എക്കോ പാർക്ക് മാത്രമാണ്, ജസ്റ്റ് ഒരു ഗാർഡൻ ഏരിയ. പക്ഷെ ഒരു കിഡ്സ് പാർക്കും കൂടെ ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് കയറി പിള്ളേർക്ക് കുറച്ച് സമയം കളിക്കാനായിട്ട് കിട്ടി. അല്ലാണ്ട് വലിയ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അവിടുത്തെ ടിക്കറ്റ് റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. കൊച്ചു കുട്ടികൾക്ക് വരെ ഒരാളിന് 50 റുപ്പീസാണ് അവർ ഈടാക്കിയത്. അതിനു വേണ്ടി ഒന്നും അവിടെ കാണാനായിട്ടുണ്ടായിരുന്നില്ല. ഈ ട്രിപ്പ് പോയിട്ട് ആകെ എല്ലാവരും ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇറങ്ങിയ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഈ പഴത്തോട്ടം മാത്രമാണ്. വലിയവരെല്ലാം ഡിസപ്പോയിൻറ്റഡ് ആയെങ്കിലും കുട്ടികളൊട്ടും വരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഹയയുടെ പുറകെ നടന്ന് ഞങ്ങളെ വിളിക്കുമായിരുന്നു, വാ പോകാനായിട്ട് ടൈമായി. കാരണം ഇതിൻ്റെ കോർഡിനേറ്റർ അങ്കിൾ അവിടെ നിന്ന് പറയുന്നുണ്ട് സമയമായി, അടുത്ത ബോട്ടിങ്ങിനൊക്കെ നമുക്ക് എത്തണ്ടേ, അതിനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അലേർട്ട് തരുന്നത് കാരണം ഹയയുടെ പുറകെ ഓടിയപ്പോൾ ഞാൻ പുറകെ ചെന്ന് പിടിക്കാതിരിക്കാനായിട്ട് ദൂരെയുള്ളൊരു സ്ലൈഡറിലാണ് ചെന്നിറങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വല്ല വിധവും അവളെ പറഞ്ഞ് മയപ്പെടുത്തിയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ മനസ്സോടെ പിള്ളേരെല്ലാം പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ടൊക്കെ അങ്ങനെ നടക്കുകയാണ്. പക്ഷേ ഈ വീഡിയോസിലൊന്നും നിങ്ങൾ ഹയയെ കാണുന്നുണ്ടാവില്ല. കാരണം എൻ്റെ കൂടെ വന്നാൽ ഹയയുടെ അടുത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഹയയെ എടുക്കത്തില്ല, നടത്തിക്കും എന്നുള്ളത് കൊണ്ട് അവൾ നൈസായിട്ട് ആദ്യമേ പപ്പയുടെ കൂടെ അങ്ങ് പോയിട്ടോ.
ആ പാർക്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞാൻ ഹയയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അമ്മ വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ വിശേഷം. ഹയ പപ്പയുടെ തോളിൽ തന്നെ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്നെല്ലാം യാത്ര തിരിച്ച് ഞങ്ങൾ കാത്തിരുന്ന നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്, കന്യാകുമാരി. നമ്മുടെ പ്ലാൻ പ്രകാരം കന്യാകുമാരിയിൽ ഫസ്റ്റ് ബോട്ടിംഗ് ആണ്. ബോട്ടിങ്ങിനായിട്ടുള്ള ക്യൂ കണ്ടപ്പോൾ തന്നെ തല കറങ്ങി. കാരണം ഇങ്ങ് അറ്റം വരെ, റോഡ് അറ്റം വരെ പൊരിഞ്ഞ വെയിലത്താണ് ക്യൂ ഉള്ളത്. ഹയയാണെങ്കിൽ ഒട്ടും താഴെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. വേണോ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് ബോട്ടിങ്ങിന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാനും ചിന്തിച്ചപ്പോൾ ഇതുവരെ വന്നിട്ട് അവിടെ ബോട്ടിങ്ങിന് പോയി ആ തിരുവള്ളുവർ പ്രതിമയെ കണ്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് കന്യാകുമാരിയിൽ വന്നു എന്ന് പറയുന്നത് തന്നെ നഷ്ടമായി പോയില്ലേ. അപ്പോൾ എന്തായാലും നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷെ പകുതിയൊക്കെ ആയപ്പോൾ തന്നെ ഹയ പറഞ്ഞു മതി നമുക്ക് തിരിച്ചു പോകാമെന്ന്. പക്ഷെ അതിന്ന് തിരിച്ചിറങ്ങാനേ പറ്റില്ല. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഹയ കുറച്ച് സമയം തോളിൽ കിടന്നങ്ങ് ഉറങ്ങി. ആ സമയത്തൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം അവിടെയൊക്കെ ഭയങ്കര ക്യൂ. ഈ കണ്ട ക്യൂ ഒന്നും അല്ല, ഒരു 2-3 ബിൽഡിങ്ങിനകത്തൊക്കെ നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളെ ഉണർത്തിയത് ബോട്ടിൻ്റെയൊക്കെ അടുത്തെത്താറായപ്പോഴാണ്. കാരണം അതൊക്കെ ആവുമ്പോൾ അവൾ പിന്നെ വലുതായിട്ട് മുഷിയില്ലല്ലോ എന്ന് വിചാരിച്ചു. അവളാണെങ്കിൽ ഒട്ടും താഴത്ത് ഇറങ്ങുന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് പോയേണ്ടി ആ ബോട്ടൊക്കെ ഇങ്ങനെ അടുത്ത് തുടങ്ങി. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ബോട്ടിലായിരിക്കും ഞങ്ങളെല്ലാവരും കയറേണ്ടി വരുന്നത്. അങ്ങനെ അതൊക്കെ നോക്കി ഞങ്ങളെല്ലാവരും നിൽക്കുകയാണ്. പക്ഷേ ഈ ക്യൂ ഓപ്പൺ ആകുന്നില്ല. അവിടെ നിന്ന് ആൾക്കാരെ എല്ലാവരും ഇറക്കി വിട്ടതിന് ശേഷം മാത്രമേ ഇവിടുത്തെ ക്യൂ ഓപ്പൺ ആവുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ക്യൂവിൽ നിന്നതിന് ശേഷം ഞങ്ങളുടെ ഊഴെത്തി. അങ്ങനെ ഞങ്ങൾ ബോട്ട് എത്തി കയറാറായപ്പോൾ ഞങ്ങളെല്ലാവരും ഓടിപ്പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചർച്ചിൽ നിന്ന് പോയ എല്ലാവരും കൂടെ ഒറ്റ ബോട്ടിൽ തന്നെ കയറാനായിട്ട് സ്പേസ് ഉണ്ടെന്ന് അവർ പറഞ്ഞതിന് പ്രകാരം എല്ലാവരും ഒരു ബോട്ടിൽ തന്നെ പെട്ടെന്ന് കയറുന്നുണ്ടായിരുന്നു. കുറേ പേർക്കൊക്കെ സീറ്റ് കിട്ടി, ബാക്കിയുള്ളവർ നിന്നൊക്കെയാണ് പോയത്. പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ലൈഫ് ജാക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഒരുപാട് പേര് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടാൽ മാത്രമേ പോളൂ എന്ന്. സുജിത് ഭക്തൻ്റെ എന്തോ ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും ലൈഫ് ജാക്കറ്റ് എടുത്താൽ മാത്രമേ അതിനകത്ത് കയറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിലൊരു മനുഷ്യൻ പോലും ലൈഫ് ജാക്കറ്റൊന്നും ഇട്ട് ഞാൻ കണ്ടതേ ഇല്ല. അപ്പോൾ എല്ലാവരും കയറി അങ്ങനെ ഇരിക്കുകയാണ്. ലൈഫ് ജാക്കറ്റ് ഉള്ളത് അവിടെ തറയിൽ എവിടെയോ ഇട്ടിരിക്കുന്നതാണ് ജസ്റ്റ് കണ്ടത്. പിന്നെ അതിനകത്ത് എവിടെയോ ഒക്കെ ഫോട്ടോഗ്രാഫി നോട്ട് അലൗഡ് എന്നൊക്കെ എഴുതി കണ്ടു. പക്ഷേ എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, ആരും അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് കുറേ പേരൊക്കെ ഇങ്ങനെ സീറ്റ് കിട്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് ഇതാ നിൽക്കുന്നുണ്ട്. പപ്പയ്ക്ക് ഒരു സീറ്റ് കിട്ടിയത് കാരണം ഹയ പപ്പയുടെ മടിയിൽ കയറി അങ്ങനെ നിൽക്കുകയാണ്. ഹയ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ബോട്ടിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം ഞാൻ അവിടെ നിന്നപ്പോഴും ഞാൻ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഞാനും ഏട്ടനും ഹയയും കൂടെയാണ് വന്നതെങ്കിൽ ഇത്രയും നേരം ക്യൂലൊന്നും നിന്ന് ഒരിക്കലും ഞങ്ങൾ ഇതിൽ കയറാൻ പോകുന്നില്ല. ഞാനിപ്പോൾ ഏട്ടനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലെ ഇത്രയും സമയം ക്യൂ ആണെന്ന്. അപ്പോൾ പറഞ്ഞു ഇതിന് മുന്നേ നമ്മളെപ്പോഴും അവിടെ പോയപ്പോൾ ഇതുപോലെ ക്യൂ ആണെന്ന് അറിഞ്ഞത് കാരണം ആ പരിസരത്തേക്കേ പോകാതെയാണ് നമ്മൾ തിരിച്ചു വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിനു മുന്നേ ഞാൻ ഈ തിരുവള്ളുവർ പ്രതിമ ഇത്രയും അടുത്ത് കാണുന്നതും ഇതുപോലെ ബോട്ട് ചെയ്ത് പോകുന്നതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഞാനൊരു 8th-ലോ 9th-ലോ ഒക്കെ പഠിച്ചിരുന്ന സമയത്താണ്. എൻ്റെ മനസ്സിൽ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ മാത്രമേ ഉള്ളൂ. അന്ന് നമ്മൾ ട്രെയിൻ യാത്ര ചെയ്താണ് വീട്ടിൽ നിന്ന് എൻ്റെ കുറച്ച് കസിൻസും പപ്പയുടെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ ഒരു ചേച്ചിയും ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് പേരായിട്ടാണ് ഞങ്ങൾ അവിടെ സൺറൈസും സൺസെറ്റൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അന്ന് നമ്മൾ ഇത്രത്തോളം മുഷിഞ്ഞില്ല. അന്ന് ഈ ഗ്ലാസ് ബ്രിഡ്ജോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതൊക്കെയാണ് ഞാനിങ്ങനെ ഓർത്തുകൊണ്ട് നടക്കുന്നത്. നല്ല വെയിലിൻ്റെ കാഠിന്യമുണ്ടെങ്കിലും ഈ കാറ്റടിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അതൊന്നും അറിയുന്നില്ല. പിന്നെ ചെരുപ്പ് അവിടെ എവിടെയോ ഊരി വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ്, അവിടെ ഒരു പെയ്ഡ് സ്പേസ് ഉണ്ട്, പക്ഷെ അതിനകത്ത് ആളെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ ഒരു സ്പേസിൽ ഞങ്ങളുടെ കുറേ പേരുടെ ചെരുപ്പ് ഊരി ഇട്ടിട്ട് ഞങ്ങൾ കയറുകയാണ്. ഹയോട് ഞാൻ അതിനിടയ്ക്കൊക്കെ പറയുന്നുണ്ട്, നീ തോളത്തുനിന്ന് ഇറങ്ങുക, അപ്പയ്ക്ക് നല്ല തോള് വേദനിക്കുമെന്ന് പറഞ്ഞിട്ട് ഹയ എന്നെ കണ്ട പരിചയം പോലും കാണിക്കാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിവേകാനന്ദ പാറയിലെത്തി. ഹോളിഡേ ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് ടൂറിസ്റ്റേഴ്സ് അവിടെ എങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ്. ഈ 1.5 മണിക്കൂർ ആ ക്യൂ നിന്നെങ്കിലും ഒട്ടും ഡിസപ്പോയിൻറ്റഡ് ആവേണ്ടി വന്നില്ല. ഈ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്രയും സമയം വെയിറ്റ് ചെയ്തത് എന്നുള്ള വലിയൊരു ആശ്വാസമായിരുന്നു കേട്ടോ. ഈ ഒരു ട്രിപ്പിൽ ഇത്രത്തോളം വൈബുള്ള വേറൊരു പ്ലേസും ഇല്ല, അത് പറയേണ്ട കാര്യമില്ല. കന്യാകുമാരിയെ വേറെ ലെവൽ. പ്രത്യേകിച്ച് ഈ കടൽക്കാറ്റൊക്കെ ഏറ്റ ഈ വൈകുന്നേര സമയം ആ ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കണ്ട് നിൽക്കാൻ പറ്റുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്, ആ ഒരു ഫീലൊന്നും നമുക്ക് മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്ത് പറയാനായിട്ട് പറ്റത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇത്രയും നേരം ക്യൂ നിന്ന് വന്നതും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇപ്പോൾ വരുന്നതും ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെയും ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കിടിലം എന്നല്ലാതെ പറയാനില്ല. അത്ര സൂപ്പർ. കടലിൻ്റെ ആ ഒരു വ്യൂവും കണ്ടിങ്ങനെ നടക്കുന്നത് കുറേ പേർക്ക് പേടിയാവുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അത്രത്തോളം മനസ്സിലാ പേടിയൊന്നും അല്ല. നമ്മളിങ്ങനെ അങ്ങ് നോക്കി നിന്ന് പോകും. കടലിൻ്റെ ആ ബ്യൂട്ടി ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഗ്ലാസ്സിനുള്ളിലൂടെ കാണാൻ പറ്റുമെന്നുള്ള ആ ഒരു ബ്യൂട്ടി നമ്മൾ നോക്കി നിന്ന് പോകും.
കണ്ടില്ലേ, ആയ കുറേ മുന്നോട്ടൊക്കെ ചെന്നിട്ട് അവിടെ നിന്ന് തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും നമ്മളുടെ അടുത്ത് നമ്മൾ അതിന് പുറത്തൂടെ നടക്കുന്ന ആ ഒരു ഫീല് തന്നെയാണ് കേട്ടോ. ഭയങ്കര ആ ഒരു ഈ കടലിന് മുകളിലൂടെ ആയതുകൊണ്ടായിരിക്കാം അവിടെ നിന്ന് അടിയിലേക്ക് വന്നിട്ട് ഈ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ തട്ടി നിൽക്കുന്നത് കാരണം ഈ നല്ല വെയിലത്തുനിന്ന് നമ്മൾ ചവിട്ടി നടന്ന് വന്നിട്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് അങ്ങോട്ട് മാറി നടക്കാൻ പോലും തോന്നത്തില്ല. കാരണം കാലിനടിയിലും ഭയങ്കര സുഖമായിരുന്നു കേട്ടോ. നല്ലൊരു തണുപ്പ് ഇങ്ങനെ കയറി വരുമായിരുന്നു. അതുകൊണ്ട് പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ക്രൗഡഡ് ആയിട്ട് എല്ലാവരും കൂടെ പോകുന്നത് കാരണം ആ കടലിങ്ങനെ അടിച്ചു വരുന്നതൊന്നും കാണിക്കാനായിട്ട് പറ്റില്ല. എന്നാലും എനിക്ക് കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് സമയം നിന്ന് ആ ബ്യൂട്ടിഫുൾ വ്യൂ നിങ്ങളുടെ അടുത്തും കൂടെ കാണിക്കാനായിട്ടാണ് കേട്ടോ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത്. ഇതെല്ലാം വീഡിയോ എടുക്കുമ്പോഴും ഇതെല്ലാം കാണുമ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, നമുക്ക് കടൽ കാണുമ്പോഴേ പേടിയാണ്. അപ്പോൾ ഇതിന് മുകളിൽ ഇത്രത്തോളം ഭംഗിയായിട്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇത്ര എക്സൈറ്റിംഗ് ആയിട്ട് അവിടെ പണി കഴിപ്പിച്ച് വെച്ചിരിക്കുന്നവരെ അമ്മ സമ്മതിച്ചാലേ പറ്റുള്ളൂ എന്ന് പറയേണ്ട ആ ഒരു ലെവലിലാണ് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്നത്. അത്രത്തോളം ആ ക്യൂവിൽ നിന്ന് മുഷിയിപ്പിച്ചപ്പോൾ ഇത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചതേ ഇല്ല. സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ഇതൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അത്രത്തോളം ഭംഗിയാണ്. അത് കണ്ടില്ലേ, ആയ അവിടെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ കടലിൻ്റെ പുറത്ത് കയറി ഇരിക്കും പോലെ. പിള്ളേർക്ക് പേടിയാവും എന്നൊക്കെ പറയുമെങ്കിലും പിള്ളേരൊക്കെ അവിടെ കിടന്നും നടന്നുമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിള്ളേർക്കൊന്നും ഒരു പേടിയും ഇല്ലാതെ അവിടെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. ഹയ അവിടെ നോക്കുകയാണ്, ആ പിള്ളേർ കിടന്നതുപോലെ കിടക്കാനായിട്ടൊരു ഗ്യാപ്പ് കിട്ടുമെന്ന് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ ആൾക്കാരെല്ലാം വന്ന് നിറഞ്ഞു. പിന്നെ ഞാൻ ഹയയും വിളിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ തിരിച്ച് നടക്കുകയാണ്. ഭയങ്കര ക്രൗഡഡ് ആയത് കാരണം ക്ലിയർ ആയിട്ടുള്ള ഇതിൻ്റെ വിഷ്വലും എടുക്കുന്നത് തന്നെ ഇത്തിരി പണിപ്പെട്ട പരിപാടിയായിരുന്നു കേട്ടോ. എന്നാലും സാരമില്ല, എത്തിപ്പെട്ടതിന് വേണ്ടിയിട്ട് നല്ല മെമ്മറി കീപ്പ് ചെയ്യാനായിട്ടുള്ള ഇതെല്ലാം നമ്മളുടെ ക്യാമറയിൽ പതിഞ്ഞ് കിട്ടി. കുറേ ദൂരം കഴിയുമ്പോൾ നമ്മളിങ്ങനെ പാറയിൽ ചവിട്ടി നടക്കുന്ന ഒരു ഫീലായിരിക്കും. കാരണം കുറേ നേരം കഴിയുമ്പോൾ ഈ കടലിന് പുറത്ത് പാറയുടെ അങ്ങനെ ഒരു കുറച്ച് സ്പേസ് എത്തും. എന്തായാലും കന്യാകുമാരിയിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർ ബോട്ടിംഗ് ഒന്നും ഒട്ടും മിസ് ചെയ്യല്ലേ. 4 മണിക്ക് ശേഷം ഇങ്ങോട്ട് എൻട്രി ഇല്ല. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നേരത്തെ വന്ന് ഇവിടെ ക്യൂ നിന്ന് ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ മിസ് ചെയ്യാതെ കണ്ട് തന്നെ പോകണം. അങ്ങനെ നമ്മൾ നടന്ന് നേരെ തിരുവള്ളുവർ പ്രതിമയുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ തിരുവള്ളുവർ പ്രതിമയെ നോക്കുമ്പോൾ എനിക്ക് മറ്റേ ആ സിനിമയാണ് ഓർമ്മ വരുന്നത്. അതിൽ സുനാമി വന്നടിച്ചതും അയ്യോ അവിടെ എനിക്ക് പേടിച്ചത് ഞാൻ ആകെ അത് കണ്ടപ്പോഴാണ്. എനിക്കെന്താണെന്നറിയില്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എൻജോയ് ചെയ്യാൻ വന്നു കഴിഞ്ഞാലും കുറേ ദുരന്തമായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലായിടത്തും കയറി ഇറങ്ങി തിരിച്ചു പോകാനായിട്ടും വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ക്യൂവിൻ്റെ ബാക്കിൽ ഞങ്ങളും കയറി. അങ്ങനെ തിരിച്ചുള്ള ബോട്ടിങ്ങിന് വീഡിയോ ഒന്നും എടുത്തില്ല. കിട്ടിയ സ്പേസിനൊക്കെ കയറി നിന്ന് എങ്ങനെയൊക്കെയോ എത്തി. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ ഫ്ലാഗിൻ്റെ കളറിൽ അവർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കന്യാകുമാരിയിലിരുന്ന് തന്നെ ഗ്രൂപ്പായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ എത്തിയത് വാക്സ് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. എന്തായാലും ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഇത്. കന്യാകുമാരിയുടെ അടുത്ത് തന്നെയായിരുന്നു. അവിടെ വെച്ച് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ അവിടുത്തെ സ്റ്റാഫ് നമ്മുടെ ഫോട്ടോസ് എടുത്ത് തരാനായിട്ട് അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് വരും. അവർ പറയുന്ന രീതിക്ക് നമ്മൾ പോസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അവർ ഫോട്ടോ എടുത്ത് തരാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് വരും കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണൊക്കെ അവിടുത്തെ സ്റ്റാഫ്സിൻ്റെ കയ്യിലൊക്കെ ആയിരുന്നത് കാരണം വീഡിയോ എടുക്കുന്ന കാര്യവും വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എല്ലാം കയറിയിട്ട് ഇച്ചിരി ലേറ്റായിട്ടാണ് എത്തിയതെങ്കിലും ഞങ്ങൾക്ക് സമാധാനത്തോടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും എല്ലാം പറ്റി. പിന്നെ അവിടുത്തെ ഹൈലൈറ്റാണ് ഈ 3D വാൾ. ആ 3D വാളിൽ നമ്മൾ ഏത് പൊസിഷനിൽ നിന്നാലാണ് കറക്റ്റ് പിക്ചർ കിട്ടുന്നതെന്ന് അവർ പറഞ്ഞു തരും. നമ്മൾ അതുപോലെ പോസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫ്സാണ് കേട്ടോ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഈ സെൽഫി സ്റ്റാൻഡ് വെച്ചിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഹേയും ലേയും ഞങ്ങളുടെ പള്ളിയിലൊരു ആൻറ്റി അങ്കിളും കുറേ ഫാമിലീസൊക്കെ അവിടെ കയറി ഡാൻസ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ വെൽ പ്ലാൻഡ് ട്രിപ്പിൻ്റെ അവസാനം എത്തിയൊക്കെയാണ്. അങ്ങനെ 7 സ്ഥലങ്ങളും സക്സസ്ഫുള്ളി വിസിറ്റ് ചെയ്ത് ഈ 1 ഡേ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ട്രിപ്പ് വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.